നോമ്പ് നമുക്കുള്ളതാണ്, സദഖ നമുക്കുള്ളതാണ്, സക്കാത്ത് നമുക്കുള്ളതാണ്. അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്തു? അവിടെയാണ് പോയിന്റ്. അല്ലാഹ് മൂസ നബിയോട് ചോദിച്ചു. ഉടനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാ, ദുല്ലനി അലാ അമലിൻ സാലിഹ്. പടച്ച റബ്ബേ, സാലിഹായ അമൽ ഏതെന്ന് എനിക്ക് നീ പഠിപ്പിച്ചു തരണേ അല്ലാഹ്, അറിയിച്ചു തരണേ അല്ലാഹ് എന്ന് മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ഉടനെ അല്ലാഹു തആല പറയുകയാണ്, യാ മൂസ ഹൽ വാലൈത ലി വലിയാ ഹൽ ആദൈത ലി അദുവാ ഹൽ അശ്ബഅത ജായിയാ ഹൽ നസർത മദ്ലൂമാ ഹൽ കസൗത ഉരിയാനാ ഹൽ അക്രംത ആലിമാ ഹൽ സഖൈത അത്ശാനാ. സാലിഹായ അമലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതാ പടച്ച റബ്ബേ, അല്ലാഹുവേ, നിനക്കത് ഇഷ്ടമാണ്, അത് നിനക്കുള്ളതാണ്, നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോ ആ സാലിഹായ അമൽ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാഹ് എന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, ഹൽ വാലൈത ലി വലിയാ, എന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിതനാക്കിയോ മൂസ. അപ്പൊ ആരെ കൂട്ടുകാരനാക്കണം? സാലിഹായ അമലാണ്. ആരെ കൂട്ടുകാരനാക്കണം? അല്ലാഹയെ സ്നേഹിക്കുന്നവരെ കൂട്ടുകാരനാക്കണം. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ നിന്റെ ഭക്ഷണം കഴിക്കാവൂ. لا يأكل طعامك إلا تقي ولا وعاديت لي وليا وعاديت لي عدوا. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്തവരെ നീ കൂട്ടുകാരനാക്കരുത്, അവരെ നീ വിരോധിയായി തന്നെ കാണണം. അല്ലാഹുവിനെ തെറി പറയുന്നവർ, ദീനിനെ തെറി പറയുന്നവർ, ദീനിനെ കളവാക്കുന്നവർ, ദീനിനെ പരിഹസിക്കുന്നവരെ നീ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകാരനാക്കാൻ പാടില്ല. അവനാക്കാൻ പാടുണ്ടോ? പാടില്ല. ഹൽ അക്രംത ആലിമാ, മൂസ നീ ആലിമീങ്ങളെ ബഹുമാനിച്ചോ മൂസ. ഉലമാക്കളെ ബഹുമാനിക്കണം. ഉലമാക്കളെ ബഹുമാനിക്കൽ സാലിഹായ അമലാണ്. അത് വിശദീകരിക്കാനുള്ള സമയമില്ല, തീർന്നു, സമയം കഴിഞ്ഞു, 2 മണിക്കൂറായി, 9:30, 10:00 മതി. കൂടുതൽ പ്രസംഗിക്കാൻ പറയണമെന്നുണ്ടോ? ഇതൊക്കെ വിശദീകരിച്ചാൽ തന്നെ 1 മണിക്കൂർ സമയമാണ്. എല്ലാം കാര്യങ്ങളാണ് പറയാൻ കിടക്കുന്നത്. കിതാബ് തുറന്നു കഴിഞ്ഞാല് ഒരു ബഹർ തന്നെയാണ്. എത്ര വാത് പറഞ്ഞാലും തീരൂല, അല്ലേ? എത്ര വാത് പറഞ്ഞാലും തീരൂല. അതിനിടയ്ക്ക് പെണ്ണിനെയും കെട്ടിക്കണം, വീടും വെക്കണം, എന്തെല്ലാം പണി കിടക്കണം വേറെ. പിന്നീട് വാത് പറഞ്ഞു തരാൻ പറ്റുമോ? ആലിമീങ്ങളെ നീ ബഹുമാനിച്ചോ മൂസ. ചോദിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. ആലിം എന്ന് പറഞ്ഞാൽ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്നഹും യുഖ്രിജൂന ദുർരിയതഹും മിൻ നാരിൽ ആഖിറ ഇന്നഹും യഹ്ഫദൂനഹും. തീർച്ചയായും ആലിമീങ്ങളുടെ ഉത്തരവാദിത്വം എന്തെന്ന് പറയട്ടെ. ഇന്ന ആബാഅഹും വഉമ്മാതഹും, നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ, യുഖ്രിജൂനഹും യഹ്ഫദൂനഹും മിൻ നാരി ദുനിയാ, ദുനിയാവിലെ തീയിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ മക്കളെ രക്ഷപ്പെടുത്തും. പക്ഷേ വഇന്നഹും അയ്യൽ ഉലമാഉ, ഉലമാക്കൾ യഹ്ഫദൂനഹും മിൻ നാരിൽ ആഖിറ, നാളെ ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് നിങ്ങളുടെ ഉലമാക്കൾ കേട്ടോ. മാതാപിതാക്കൾ ദുനിയാവിലെ തീയിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തും. അടുപ്പിലേക്ക് പോകും, പെട്ടെന്ന് പിടിച്ചു മാറ്റും. വിളക്ക് പിടിക്കാൻ പോകും, പെട്ടെന്ന് മക്കളെ പിടിച്ചു മാറ്റും. ദുനിയാവിലെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് വാപ്പായും ഉമ്മായും. പക്ഷേ ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ നിങ്ങളുടെ മക്കളെ നാളെ നരകത്തിന്റെ തീയിൽ വീഴാതെ രക്ഷപ്പെടുത്തുന്നവരാണ് ആലിമീങ്ങൾ. ശരിയല്ലേ? ഖുർആൻ പഠിപ്പിച്ചവരാരാ? പാപ്പായ ഖുർആൻ പഠിപ്പിച്ചത്
എന്റെ വാപ്പ ഖുർആൻ പഠിപ്പിച്ചെന്ന്, നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചെന്നാരാ? ഈ തലയെക്കെട്ടല്ലേ ഖുർആൻ പഠിപ്പിച്ചെന്ന്. ഈ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ഖുർആൻ പഠിക്കുന്നവരിൽ നിന്ന് ആളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. നരകത്തിലെ തീയിൽ നിന്ന് അവർ നിന്നെ രക്ഷപ്പെടുത്തുന്നു, ദുനിയാവിലെ തീയിൽ നിന്ന് വാപ്പായും രക്ഷപ്പെടുത്തുന്നു. അപ്പൊ ആലിമികളെ ബഹുമാനിക്കണ്ടേ? അതുകൊണ്ട് കൂട്ടി കൊടുത്തോളി. ഇതൊക്കെ കൊണ്ടല്ലേ അവര് കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ കൈമടക്ക് കുറഞ്ഞാൽ പിന്നെ മുട്ടയിൽ പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പണിയെടുപ്പിക്കാണ്ട, നിങ്ങൾ ഇച്ചിരി കൊടുത്തോളി നല്ലപോലെ. അവിടെ പള്ളി കമ്മിറ്റിക്കാർ ഉസ്താദിനെ തയ്ക്കാവില് പണിയെടുപ്പിച്ച് ഒരു ജമാഅത്തിന്റെ കീഴിൽ 5 തയ്ക്കാവുകയാണ്. ശമ്പളം എത്ര? 9,710 രൂപ. 5 വക്കത്തും 5 ബ്രാഞ്ചിലും ബൈക്കുമായിട്ട് പോകാൻ പറയും. 1 ലിറ്റർ ഡീസൽ അടിച്ചു കൊടുക്കൂല. ഇയാളുടെ ശമ്പളം കിട്ടി കണക്ക് നോക്കുമ്പോൾ അവസാനം 7,110 രൂപയെ കാണുള്ളൂ. ബാക്കി മുഴുവൻ ഡീസൽ പെട്രോൾ അടിച്ച് വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. ഉസ്താദന്മാരായിട്ട് ഓടിക്കുക. വരുമാനം ഭയങ്കര വരുമാനമല്ല. ഈ ആഴ്ച തന്നെ 7 മയ്യത്തായിരുന്നു. ഈ ആഴ്ച 7 മയ്യത്താ. പിന്നെ എങ്ങനെ ഈ മയ്യത്തിന്റെ പൈസ തിന്നുമ്പോ എങ്ങനെ ഉസ്താദ് പിന്നെ നീ മയ്യത്താവാതിരിക്കാൻ ദ്വാരക്കുന്നു? അതുകൊണ്ട് ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അടുത്ത നീ മയ്യത്തായിക്കൊള്ളാൻ വേണ്ടി അടുത്ത ദുആ കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് മാന്യമായ ശമ്പളം ഉസ്താദന്മാർക്ക് കൊടുക്കുക. മാന്യമായ ശമ്പളം കൊടുക്കുക. ചുമ്മാ ഈ മയ്യത്തിന്റെ പൈസ മേടിച്ച് നിങ്ങളല്ലല്ലോ വേണ്ടത്. മാന്യമായിട്ട് അവർക്ക് പൈസ ശമ്പളം കൊടുക്കുക. അവർക്കും കുടുംബവും ഗോത്രങ്ങളൊക്കെ ഇല്ലേ? പിന്നെ നമ്മൾ ഈ സ്വതക്ക ഒരു മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്വതക്ക എന്ന നിലയിൽ വേണം ഉസ്താദന്മാർ കൊടുക്കുക. അല്ലാതെ വന്ന് ഓതിയതിന്റെ കൂലിയായിട്ട് നമ്മൾ നിയത്ത് ചെയ്യരുത്. നമുക്ക് അറിവില്ല. നമ്മളൊരു ഉസ്താദിനെ വിളിച്ചു, ഒരു ആലിമിനെ വിളിച്ചു ദ്വാരിപ്പിച്ചു. നമ്മളെ കൊടുക്കുന്നത് അല്ലാഹുവേ ഇത് എന്റെ വാപ്പാന്റെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് കൊടുക്കണം. ഉസ്താദന്മാർ അത് കൊണ്ടുപോയി പോകുന്ന വഴിയിൽ നല്ല മസാല ദോശയും പൂരിയും മേടിച്ച് രാത്രി ഭാര്യയായിട്ടിരുന്ന് തിന്നുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പക്കം വിട്ടാൽ അതിന്റെ കൂലി ആർക്ക് കിട്ടും? ആ മരിച്ചു ഉപ്പാടെ ഖബറിൽ കിട്ടും. അപ്പൊ നീയത്ത് അങ്ങനെ വെച്ച് കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ നീയത്ത് വെച്ച് വാപ്പാടെ നീയത്തി വെച്ച് കൊടുക്കുമ്പോ വാപ്പാക്ക് നല്ലത് കൂട്ടി കൊടുക്കാന്ന് ആഗ്രഹിക്കുമോ കുറച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുമോ? ഒരു 100 രൂപ എന്നാ ഇളവന് മതി, 100 രൂപയ്ക്ക് മതി എന്നും രാത്രി കിടക്കാൻ നേരത്ത് പാളയന്തോളം പഴുതുകൊണ്ടാണ് കിടക്കുന്നത്. ഹബീബെ പൂവമ്പഴത്തിന്റെ പൈസ കൊടു. ഈ വാപ്പാക്കൊക്കെ നല്ല കൂടുതൽ പൈസ അല്ലാഹ് പൈസ കൊടുക്കുമ്പോൾ എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് നല്ല നിയത്തിൽ കൊടു. അതാണ് അവർക്ക് ഖബറിലെത്തും അതിന്റെ സവാബ്. ഇതൊക്കെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹ് പറയാണ് കേട്ടോ. ഇത് എന്റെ വാക്കല്ലേ. ആലിമീങ്ങളെ നീ ബഹുമാനിച്ചോ മൂസ. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തു മൂസ. വസ്ത്രം വാങ്ങി. ഇവിടെ ജാതി മതഭേദമന്യേ ചെയ്യാം. ജാതി മതഭേദമന്യേ ചെയ്യാം. ഹിന്ദുവിന് പോയി ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊട്, നിനക്കത് സ്വാലിഹായ അമലായി രേഖപ്പെടുത്തപ്പെടും. ഹിന്ദുവായ സഹോദരന്റെ മക്കള് പഠിക്കുകയാണ്, അവർക്ക് സ്കൂളിൽ പോകാൻ അവർക്ക് യൂണിഫോം ഇല്ല. ആ പാവപ്പെട്ട ആ കുടുംബക്കാർക്ക് നിങ്ങളൊരു വസ്ത്രം വാങ്ങിക്കൊടുത്താൽ അത് സ്വാലിഹായ അമലായി രേഖപ്പെടുത്തപ്പെടും കേട്ടോ. ഒരു മുസ്ലിമിന് തന്നെ ചെയ്യണമെന്നുള്ളതല്ല ഇസ്ലാമിക നിലപാട്. അമുസ്ലിമിനും ചെയ്യണേ, ഹിന്ദുവിനും ചെയ്യണേ, ക്രിസ്ത്യാനിക്കും ചെയ്യണേ. എല്ലാ ശരണർക്കും ആലംബഹീനർക്കും നിങ്ങൾ സഹായം ചെയ്യണേ. അത് സാലിഹായ അമലാണ്. മുഴുവനെ നടക്കുന്നവർക്ക് വസ്ത്രം വാങ്ങി കൊടുത്തോ മൂസ. വസ്ത്രം വാങ്ങി. ഇന്നത്തെ വസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ഉണ്ട് എന്നാ വസ്ത്രം ഇല്ലതാനും. വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ലതാനും. പാന്റ് 2000 രൂപയാണ്. ഇവിടെ ഒരു കീറല്, ഇവിടെ ഒരു കീറല്, ഇവിടെ ഒരു കീറല്. സുജൂദി പോകുമ്പോ വീണ്ടും ഡൈമണ്ട് ആയിട്ട് കീറല്. അകത്ത് 2 ചട്ടിയായിട്ടിരിക്കുന്നത്. അബദ്ധത്തിലെങ്ങാനും പുറത്തേടാതിരിക്കാൻ. പിള്ളേർ ഇതൊക്കെ ഇപ്പൊ നമ്മൾ കാണാൻ ചട്ടിയുടെ എലാസ്റ്റിക് നമുക്ക് കാണാം. ഇപ്പൊ കോലം കാലം മാറിപ്പോയി അബീബേ. എന്താ ദുനിയാവ്. ഇതാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. മുണ്ടുടുക്കും പക്ഷെ എന്നാ വസ്ത്രമില്ല.
ശരിയല്ലേ? പെണ്ണുങ്ങള് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നുമില്ല. തിരി പറയാനാണെങ്കിൽ ഒരുപാട് എന്തൊക്കെ പറയാനാണ്. എന്നിട്ട് ചുമ്മാ കുറ്റം പറയും. മുസ്ലിയാക്കന്മാരെ കുറ്റം കാണിക്കുന്നതിനൊരു കുഴപ്പമില്ല, കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരെണ്ണം മൊത്തം പോയിഞ്ഞോണ്ട് നടക്കുന്ന ഒരെണ്ണം അകത്തൊന്നും ഇല്ല. നമ്മുടെ സിനിമാ നടികൾ ഉദ്ഘാടനത്തിന് ഒരൊറ്റ സാരി അത് അവിടെ ഒപ്പിച്ച് ഇവിടെ ഒപ്പിച്ച് ഇങ്ങനെ ഒപ്പിച്ച് ചെയ്ത് ഇന്ത്യയുടെ മാപ്പ് പോലെ അവിടെ എല്ലാം കയറ്റി വലിച്ചെടുത്ത് അവരിങ്ങനെ ഇങ്ങനെ കൊണ്ടുവരും. എത്ര പേരാ സെൽഫി എടുക്കാൻ ഇത് കണ്ടിട്ട് നമ്മുടെ താത്തായും അതേപോലെ ഒരുക്കാൻ നിൽക്കും. പക്ഷേ ചെറ്റിപ്പൻ ഊരി പോയാൽ തീർന്നില്ലേ പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ മൊത്തം ഈ സാധനമാണ്. ഒറ്റ ക്ലിപ്പിൽ കിട്ടിപ്പോയി. ഇവനെ ലോകം മൊത്തം ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇസ്ലാം നിങ്ങളുടെ സംരക്ഷണത്തിനാണ് പറഞ്ഞത്. പരിപൂർണമായി അവർക്ക് മറയ്ക്കാൻ നിങ്ങളുടെ സംരക്ഷണത്തിനാണ് പറഞ്ഞത്. അല്ല അവര് നടക്കുന്ന പോലെ നമ്മൾ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. നല്ല വസ്ത്രം ഔറത്തും മറിഞ്ഞു കിടക്കുന്ന ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കല്യാണത്തിന് നല്ല വസ്ത്രമൊക്കെ അല്ലേ? ഫുൾ കൈയൊക്കെ അല്ലാതെ ബ്ലൗസ് ഒന്നും അല്ലല്ലോ. അര ബ്ലൗസ് പണ്ടത്തെ പോലെ ഒന്നും ആ പരിപാടി ഇവിടെ ഇല്ല. കല്യാണം നോക്കണം എങ്ങനെയാണെന്നുള്ളത്. സാരിയൊക്കെ കൊടുത്തിട്ട് ബ്ലൗസ് ഒക്കെ അര ബ്ലൗസ് ഒക്കെ ഇട്ട് പണ്ട് ഇവിടെ ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കാം. അങ്ങനൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കരുത്. നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. ഇപ്പൊ പർദ്ദ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പർദ്ദ തന്നെ ഇടണം. നിങ്ങളുടെ ഔറത്തും മറിഞ്ഞു കിടക്കുന്ന വസ്ത്രമാകാം, ഏതുവാകാം. പർദ്ദ തന്നെ ഇടണം. പെട്ടെന്ന് ഇപ്പൊ പുതിയൊരു സിസ്റ്റം ഇറങ്ങിയിട്ടുണ്ട്. ഒരു നിക്കാബേ ഉള്ളൂ. അതിങ്ങനെ തലയിലിട്ടാൽ താഴെ വരെ എന്തെളുപ്പല്ലേ? അടിയിലൊന്നും ഈസിയാ. ഇപ്പൊ പുതിയ സിസ്റ്റം കൊണ്ടുവന്നേക്കും. ഏതോ ഒരു മുസ്ലിയാര് വീട്ടിൽ ഇട്ടുണ്ടോ മുസ്ലിയാരെ പെണ്ണുമ്പോൾ ഉടനെ പെണ്ണുമ്പോൾ പറയാം ഇത് കൊള്ളാം. നമ്മള് കടയിലെല്ലാം പരിധി എവിടെ കിട്ടാൻ ഇവിടെ ദുബായിൽ കൊണ്ടുവന്നതാ. നമ്മളെ കാണും ഉറങ്ങാനും സമ്മതിക്കും. പണ്ടാരാ കാണാൻ ഇങ്ങനെയുള്ള സാധനം വന്നിട്ടുണ്ട്. നിങ്ങൾ ആർക്കും പോവല്ലേ, ഇത് നിങ്ങളെ വീട്ടിൽ തന്നെ നമുക്ക് കിടക്കാൻ പറ്റില്ല എന്നും പോലും പറയാ. മച്ചാ അങ്ങനെ ഫുള്ള് വരുന്ന സാധനം പുതിയ അപ്പൊ നല്ല വസ്ത്രം വാങ്ങി കൊടുക്കണേ. നല്ല വസ്ത്രം ആർക്കും കൊടുക്കാം. അത് കൂലി കിട്ടുന്ന കാര്യമാണ്. വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തോ മൂസ, അവരുടെ വയറ് നിറപ്പിച്ചോ മൂസ. നമ്മൾ നല്ല തിന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അവന്റെ തിന്നിട്ടുണ്ടോ? വയറ് നിറച്ചിട്ടുണ്ടോ? അവൻ വല്ലതും കഴിച്ചിട്ടുണ്ടോ? എന്നും നീ പോത്ത് തിന്നല്ലോ. 1 കിലോ പോത്ത് അവർക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ എന്തൊന്നും ചിന്തിക്കാത്തത്. ഇത് അതിന് സാലിയായ അമലാണ്. നമ്മൾ പോയി ഞായറാഴ്ച ബീഫ് കടയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ് ഒരു 400 രൂപയില്ല. എന്റെ മക്കളെ ബീഫ് കഴിച്ചിട്ട് കുറെ നാളായി. പടച്ചവനെ, എങ്ങനെയാണ് ഞാൻ ഇവർക്ക് ഇത് വാങ്ങിക്കൊടുക്കുക? അങ്ങനെ ചിന്തിച്ച് വീടിന്റെ ഉള്ളിൽ അന്തസ്സോടെ അഭിമാനത്തോടെ കഴിയുന്ന എത്രയോ വിധവകളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് മൂസ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തവരുടെ വയറ് നിറപ്പിക്കണേ. അത് സാലിഹായ അമലാണ് മൂസ. മനസ്സിലായോ? അതുകൊണ്ട് ഭക്ഷണം കൊടുക്കണം കേട്ടോ. ഭക്ഷണം കൊടുക്കണം. നമ്മളൊക്കെ എന്നും ഇറച്ചി തിന്നല്ലേ? 1 കിലോ ഇറച്ചി കൂടുതലൊന്നും വേണ്ട. ഒരു 400 രൂപ കൊടുത്ത് ആർക്കെങ്കിലും ഒരു സാധുവിന് ഒരാഴ്ച ഒരു പ്രാവശ്യം വാങ്ങിക്കൊടുക്കും. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വാങ്ങിക്കൊടുക്കും. എന്ത് സന്തോഷത്തോടെ. പണ്ട് ഞാനിവിടെ കരുനാപ്പള്ളിയിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഫദ്ൽ ഖുദ്റത്ത് കൊണ്ട് അന്ന് ഞാനുള്ള സമയത്താണ് ഈ ജമാഅത്തായിട്ടുള്ള ഈ ഉദ്ഹിയ സംവിധാനം തുടങ്ങിയത്. സുഹൃത്തുക്കളെ, അന്നത്തെ ദിവസം ഈ ഉദ്ഹിയയുടെ ഇറച്ചി എല്ലാ ഏരിയകളിലും കൊണ്ട് കൊടുത്തു. അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് എന്നറിയോ? ചില സാധുക്കൾ പറഞ്ഞ വാക്കാണ്, അല്ലാഹുവേ പെരുന്നാൾ ദിവസം ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഉദ്ഹിയയുടെ ഇറച്ചി ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ കണ്ണു നിറഞ്ഞു പോയി. ഇപ്പൊ ഇഷ്ടം പോലെ JCB കൊണ്ട് കുഴിച്ചിരുന്ന അവസ്ഥയിലെത്തി. അന്ന് 9 പോത്തിനെ വെച്ച് തുടങ്ങിയത്. അന്ന് ഞാനവിടെ നിൽക്കും 1900 അന്ന്. അപ്പൊ 9 പോത്ത് ഡേറ്റ് ഓർമ്മയില്ല. എന്ത് റാഹത്ത്. അന്ന് അവര് പറഞ്ഞ വാക്ക് കൽബ് പൊട്ടിപ്പോയി.
ഇറച്ചി പെരുന്നാളിന്റെ ദിവസം ഞങ്ങൾ തിന്നല്ലോ. അപ്പൊ ഇങ്ങനെ അഭിമാനത്തോടെ ഇസ്സത്തോടെ കഴിയുന്ന പേര് നമ്മുടെ ഏരിയയിൽ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും അവർ നല്ല കഴിക്കില്ല. നമ്മളൊന്ന് അറിയണം, രഹസ്യമായിട്ട് അറിയണം. പാവപ്പെട്ടവരെന്നല്ല, നല്ല പാവപ്പെട്ടവരെന്നല്ല, ഒരു മീഡിയം ലെവലിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു ഇറച്ചി വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട്. 1 കിലോ ഒരു ആട്ടിറച്ചി വാങ്ങി തിന്നാൻ കൊതിയാണ്. പക്ഷെ 800 രൂപ ഒരു മാർഗമില്ല. 800 രൂപ ഒരു മാർഗമില്ല. ഒന്ന് വാങ്ങി കൊടുക്കും സുഹൃത്തെ, വല്ലപ്പോഴെങ്കിലും. അൽഹംദുലില്ലാ, ഇത് ഖബറിൽ നിങ്ങൾക്ക് ഒരു സാലിഹായ അമലായി വരും. അതെങ്ങനെ വരും എന്നുള്ളത് ഞാൻ പറയൂന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം അത് ഖബറിൽ വരുന്ന രംഗമൊക്കെ ഉണ്ട്. പറയൂന്ന് പറഞ്ഞ വാദയായി പോകും. അത് പിന്നെ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പറയാം. അതെങ്ങനെ വരും എന്നുള്ളത് ഹദീസ് വെച്ച് തന്നെ പറഞ്ഞുതരാം. ഹദീസിന്റെ വീക്ഷണത്തിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. هل أشبعت جائعا هل سقيت عطشانا വെള്ളം കൊടുത്തിട്ടുണ്ടോ? ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കും. ചൂട് സമയമാണ്. 5-6 ദിവസം മഴ പെയ്ത് നോക്കണ്ട. ചൂട് സമയത്ത് നമുക്ക് കമ്പനി പോയി വെള്ളം കിട്ടും. ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങി നിങ്ങളുടെ കടയിൽ വെക്കി എടുത്ത് വിഷയം പറഞ്ഞു കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് പറഞ്ഞുണ്ടല്ലോ മോനെ, ആ കബറിൽ കുപ്പി വെള്ളം വരും. നമ്മള് പിശുക്കിരിക്കും. നേരിട്ട് നിങ്ങൾ കമ്പനി വെള്ളം പോയി കമ്പനി പോയി എടുത്തു നോക്ക്. ഇപ്പൊ നമ്മൾ 20 രൂപ ബോട്ടിൽ വെള്ളം എത്ര രൂപ? അത് 8 രൂപ, 7 രൂപ ഉള്ളൂ. 10, 12, 13 രൂപ കമ്പനിക്കാർക്ക് ലാഭമാണത്. 10-12 രൂപ ലാഭമാണ്. നേരിട്ട് കമ്പനിയിൽ പോയി എടുത്താൽ 90 രൂപയ്ക്ക് 12 ബോട്ടിൽ കിട്ടും. പോകുന്ന വഴിയിൽ 100 രൂപയ്ക്ക് 12 ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വെള്ളം അതൊക്കെ ഉണ്ട്. അപ്പൊ നല്ല വെള്ളം ചെറിയ ബോട്ടിലോ വലിയ ബോട്ടിലോ നിങ്ങൾ വാങ്ങി വെക്കും. അവർക്ക് നിങ്ങൾ കൊടുക്കും. പട്ടിക്ക് കൊടുക്കും, പൂച്ചയ്ക്ക് കൊടുക്കും. നിങ്ങളുടെ വീടുകളിൽ ഒരു പാത്രത്തിൽ ബേസിനിൽ വെള്ളം ഒഴിച്ചു വെക്കും. കാക്ക വന്ന് കുടിക്കട്ടെ. റോഡിലൂടെ എവിടെയെങ്കിലും ഒക്കെ ഈ വെയിലില് പട്ടി ഇങ്ങനെ നാക്കിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ വണ്ടി അങ്ങ് ദൂരെ മാറ്റി നിർത്തി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി നിങ്ങൾ അവിടെ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. മൊയ്തീനെ നമ്മളെ അറിയുന്നില്ല. വെള്ളം കുടിക്കാനായിരിക്കും അങ്ങോട്ട് പായുന്നത്. വെള്ളം കുടിക്കാൻ അടുത്ത സമയത്ത് നമ്മള് ഒരു വാട്സാപ്പിലോ യൂട്യൂബിൽ എന്തോന്ന് കണ്ടു. ഒരു പട്ടി ഒരു ടാപ്പ് തുറക്കാൻ നോക്കുന്നു. ഭയങ്കര യുപിയിലാണ്, തുറക്കാൻ കഴിയുന്നില്ല. ഏതോ റോഡിലൂടെ പോയി പെണ്ണ് അത് കണ്ടത് തുറന്നു കൊടുത്തു. പട്ടി ആദ്യം പേടിച്ചു, പിന്നെ വന്ന് കുടിക്കുന്നത്. അല്ലാഹ്, അവളൊരു സത്യവിശ്വാസിനിയാണെങ്കിൽ അത് മതി സ്വർഗത്തിലെത്താൻ. അതുകൊണ്ട് ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കണേ മൂസാ. ഇത് സാലിഹായ അമലാണ് മൂസാ. അപ്പൊ സാലിഹായ അമൽ ഏതെന്ന് മനസ്സിലായോ? ഖുർആനോന്ന് ദിക്ർ ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്വന്തം കാര്യത്തിനാണ്. പക്ഷേ സാലിഹായ അമൽ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കുക. ഇസ്ബാഉ ജുഅതിഹി തൻഫീസു ഖുർബതിഹി വഖളാഉ ദൈനിഹി. സാദിഖുകളുടെ കടമൊന്ന് മാറ്റി കൊടുക്കണം. കടക്കാരന്റെ കടമിടപാടുകൾ പൂർത്തിയാക്കി കൊടുക്കണം. അവന്റെ വയറ് നിറച്ചു കൊടുക്കണം. അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്ന് മാറ്റി കൊടുക്കണം. മർദ്ദിത ജനകോടികളെ സഹായിക്കലും മൂസാ സാലിഹായ അമലാണ് മൂസാ. ഇതാണ് സാലിഹായ അമൽ. സാലിഹായ അമൽ മൂസ നബി അലൈഹി സ്വലാത്തു പറഞ്ഞത് തീർന്നില്ല. നീ സ്വാലിഹായ അമൽ ഖബറിൽ വരുന്ന രംഗമുണ്ട്. സ്വാലിഹായ അമൽ ഖബറിൽ വരും. എങ്ങനെ വരും? കറജുലി ശാഹിബ് ഹസനുർ റീഹി ഹസനുസ് സിയാബി തയ്യിബുർ റീഹ്. ഹസനുർ റജുൽ, നല്ല ചെറുപ്പക്കാരന്റെ പോലെ തന്നെ. ഹസനുസ് സിയാബ്, അടിപൊളി വസ്ത്രത്തിൽ. തയ്യിബുർ റീഹ്, നല്ല സുഗന്ധദ്രവ്യം പൂശി. അതിനാണ് അത്രയെന്ന് പറഞ്ഞത്. ഖബറിലും അതേപോലെ വരും. വെള്ള വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞത് അതിനാണ്. ഖബറിലും അതേപോലെ വരും. സുന്ദരനായി എപ്പോഴും കഴിയണം. എപ്പോഴും നിങ്ങൾ ഒന്നുവെടുത്ത് നടന്നാൽ സൗന്ദര്യം കൂടും. ഇത് ഫേസ് വാഷ്. ഈ ചാണാനിട്ട് ഇങ്ങനെ മോൻ കഴുകി കുറെ നാളാവുമ്പോ അതെല്ലാം കുത്തു വീഴും. ഒന്നുവെടുത്ത് നോക്ക്. എപ്പോഴും മൂത്രം ഒഴിച്ചാൽ ഒന്നുവെടുത്തേക്കണം. ആയിട്ട് നിങ്ങൾ നടന്നു നോക്ക്. പ്രകാശിക്കും. പിന്നെ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണം, പാവം ചെയ്യാതെ. നമ്മൾ കണ്ണുകൊണ്ട് ഒരുപാട് ഹറാമിലേക്ക് നോക്കുമ്പോൾ മുഖത്തിന്റെ ഐശ്വര്യമൊക്കെ കുറഞ്ഞു പോകും. ആ വെളിച്ചം കുറഞ്ഞു പോകും.
വെളിച്ചം മുഖത്തിന്റെ ഐശ്വര്യം കുറഞ്ഞു, ഹറാമ കൂടുതൽ, ഖുർആൻ കൂടുതലും പോയി നോക്ക്, മുഖം പ്രകാശിക്കും. തെളിവുണ്ട്, ഇതൊക്കെ തെളിവുണ്ട്. നീ ഇപ്പൊ ഏതെങ്കിലും കറുത്ത മുഖം നോക്കി നീ കൂടുതലും മൊബൈലിൽ നോക്കുന്നതാണ്. എന്റെ മുഖം ഖുർആൻ ഓതാൻ പറഞ്ഞാൽ ആ കറുത്ത വെളുപ്പാവില്ല. അവൾ ആരെയും പരീക്ഷിക്കാനൊന്നും പോകണ്ട. നമുക്ക് ഒരാളുടെ അകത്തിൻ അളവ് മുഖത്തിൽ തെരിയും എന്ന് പറഞ്ഞ പോലെ ചില ആളുകളെ നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. ആ ഒരു ബർക്കത്ത്, ആ ഒരു പൂനിലാവ് സ്വർഗത്തിൽ നമ്മൾക്ക് ഒരു കൂട്ടുകാരനായിട്ട് വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്തവിടെങ്കിലും പറയാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞു. വിളിച്ചിട്ട് അമ്മച്ചു വന്നല്ലേ, എനിക്ക് കുറച്ച് വഴി തെറ്റിപ്പോയി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരിക, ചുമ്മാ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. വഴി ഇവിടെ ഒന്ന് ഇടയ്ക്ക് വന്ന് കുറച്ച് ശാസ്താംകോട്ട ഇങ്ങനെ വന്ന് കയറി തഴവ വന്ന് തഴവാന്ന് വെളുത്തമണൽ പോയി, വെളുത്തമണൽ വേറെ ഏതോ മുക്കിൽ വന്ന് അങ്ങനെ കുറച്ച് തെറ്റിങ്ങനെ വന്നു. അവിടെ സംഘാടകർ വിളിക്കണ്ടേ? അവർ വിളിച്ചാലല്ലേ നമ്മൾ വിചാരിച്ചോണ്ട് ആരുമില്ല. അവർ 9:17 വിളിക്കുന്നത്. 7 മണിക്ക് വിളിച്ച് 7 മണിക്ക് പ്രസംഗം തുടങ്ങൂലല്ലോ. എന്നിട്ട് ഭക്ഷണം പോലും കഴിച്ചില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ 2 മണിക്കൂർ പ്രസംഗിച്ചില്ലേ? അൽഹംദുലില്ലാ, അതന്നെ വലിയ കാര്യമാണ്. ക്ഷീണമൊന്നും നമ്മൾ നോക്കിയില്ല, ഞങ്ങളെല്ലാവരും ഇത്ര ഇരുന്ന് സഹകരിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ സംഘാടകർ നല്ല ഒരു നിയത്തോടുകൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ സാലിഹായ അമലാണ് പാവപ്പെട്ട മക്കളെ, സഹോദരിമാരെ, പെൺകുട്ടികളെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിൽ നമ്മളൊരു ഭാഗമാണ്. നമ്മളാൽ കഴിയും. നമ്മൾ ഒരു ദിവസം 1000 രൂപ സമ്പാദിക്കുന്നെങ്കിൽ ഒരു മാസം 30,000 രൂപ, ഒരു ദിവസം ഒരു 100 രൂപ മാറ്റിവെച്ച് ഒരു 3000 രൂപ നിയത്ത് ചെയ്ത് നമുക്കതിൽ നിന്ന് കൊടുത്താൽ ഒരു വർഷം അൽഹംദുലില്ലാ വലിയൊരു ഭാഗ്യമാണ്. ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയാം, ഇന്ന് 1000, 1500, 2000, 2500 ഒക്കെ ദിവസം സമ്പാദിക്കുന്ന ആളുകൾ മരത്തിൽ കയറുന്ന ആളാണ് 5000, 6000 രൂപ ഒരു ദിവസം സമ്പാദിക്കും. മരത്തിൽ കയറുന്ന ആളല്ലേ, 2 മിനിറ്റ് കൊണ്ട് അവിടെ തെങ്ങ കയറുന്നവന്റെ പൈസ കാര്യം പറയാൻ വേണ്ട. അല്ല മറ്റേ സാമാനം ഷൂന്ന് 2 കയറക്കം കയറി 100 രൂപ വാങ്ങുന്നത്, 10 തെങ്ങ കയറുമ്പോൾ 1000 രൂപ. എത്ര മിനിറ്റ് എടുത്ത്? എല്ലാം കൂടെ ഒരു 40-45 മിനിറ്റ് എടുത്തിട്ടുണ്ടോ? ഉടനെ കുറേകളും പൊക്കിയോട് അടുത്തടുത്ത് അങ്ങോട്ട് എങ്ങനെ പോയാലും ഒരു 16,000, 7,000 രൂപ ഒരു മാസം, 3,700, 21 ഒരു മാസം 2,10,000 രൂപ ശമ്പളക്കാർ. ആര് എന്തോടെ ജോലി? ശമ്പളം 2,10,000 രൂപ. കണക്കൂട്ടി നോക്ക്. ശരിയല്ലേ? 100 രൂപ, 100 രൂപ അല്ല 150 രൂപ തെങ്ങക്കാർ ഒരു മനുഷ്യനെ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാത്തിനും കാശാണ്, എല്ലാത്തിനും പൈസയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊരല്പമൊന്നും ഈ നീ തന്ന ഈ പൈസ, ഈ സദഖകൾ നൽകുന്ന വ്യക്തികളുടെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കണേ അല്ലാഹ്. നാളെ മൺമറഞ്ഞ ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഇതൊരു സാലിഹായ അമലായി ആ ഖബറിലേക്ക് എത്തിക്കണേ പടച്ച റബ്ബേ. കൈപൊക്കി പറഞ്ഞാൽ മതി, അവിടെ എഴുതിയാൽ മതി. ഒരു 3300 കൈപൊക്ക് പറഞ്ഞു, കൈപൊക്കി എന്നിട്ട് പേര് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എഴുതി കൊണ്ട് തന്നാലും മതി. ഇതൊന്നും നമ്മുടെ മനസ്സ് പോലെ പേര് പറഞ്ഞത് കൊണ്ട് നിയത്ത് മാറിപ്പോല. പടച്ചവനെ നല്ലൊരു നിയത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു. ഒരു സഹോദരൻ ആണെങ്കിൽ വെച്ചോ, പേര് പറയാൻ നിർബന്ധമില്ല. ഒരു സഹോദരൻ അല്ലാഹുവേ പടച്ചവനെ വെറൈറ്റി മാർബിള് 3333 രൂപ അല്ലാഹുവേ ഖബൂലാക്ക് പടച്ചവനെ, അനുഗ്രഹിക്ക് പടച്ചവനെ. ബർക്കത്ത് മാർബിള് എടപ്പള്ളിക്കോട്ട അല്ലാഹുവേ വെറൈറ്റി ബർക്കത്ത് രണ്ടും അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ ആ ബന്ധങ്ങളിൽ നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ അനേകം മുസീബത്തുകളെ തൊട്ട് രക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ആ കച്ചവടത്തിലും ആ കച്ചവട സ്ഥാപനത്തിലും ഖൈർ ബർക്കത്തുകൾ നൽകണേ അല്ലാഹ്. മകൻ അവസാന വർഷ വിദ്യാർത്ഥിയാണ്, ഉന്നത വിജയത്തിന് ഹുദവിയായ ആലിമാകാൻ മാഷാ അല്ലാഹ് 11 വർഷം അവിടെ പഠിക്കണം. എന്റെ മോളെ കിട്ടിയതൊരു ഹുദവിയാണ്. അൽഹംദുലില്ലാഹ് ഇൽമിന്റെ വഴിയിൽ തന്നെ വിടണം, ഇൽമിന്റെ വഴികളിലൂടെ തന്നെ വിടണം. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ ഒരു ഉഖ്റവിയായ പണ്ഡിതനാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന പണ്ഡിതനാക്കണേ പടച്ച റബ്ബേ. ആ മകനെ ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഈ സഹോദരന്റെ ഈ നിയ്യത്ത് നീ ഖബൂലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ എല്ലാ മുസീബത്തുകളിൽ നിന്ന്, ഇടങ്ങേറുകളിൽ നിന്ന് ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തെയും ആ മാതാപിതാക്കളെയും ആ മക്കളെയും നീ കാത്ത് രക്ഷിക്കണേ റബ്ബേ. ബർക്കത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്താരാ? കൈബൊക്കിയ ബീബികളെ ബിസ്മില്ലാഹ്. 3000 കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു ദിവസം 100 രൂപ മാറ്റി വെച്ചാൽ മതി. 30,000 രൂപ സമ്പാദിക്കാൻ സഹോദരിമാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോളി.
ആള് പോയിട്ടുണ്ട്, ആളിനെ കാണാനില്ല. പെണ്ണുങ്ങൾ ഇടയ്ക്കോട്ടെ പോയത്, ആളിനെ കാണാനില്ല. അവരാണ് കാണാനില്ലെന്നാണ് പുറത്തോട്ട് ചാടി പെട്ടെന്ന്. അൽഹംദുലില്ലാഹ് 5000 രൂപ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഷീർ നിഅമത്ത് നിഅമത്ത് മാഷാഅല്ലാഹ്, നല്ല നിഅമത്താണ് അദ്ദേഹത്തിന്. അല്ലാഹുവേ നീ നിഅമത്ത് കൊടുക്കണേ പടച്ചവനെ, ഏറ്റി കൊടുക്കണേ പടച്ചവനെ.